ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിമാണ്. ഗ്രാമം എന്നുള്ള ഞങ്ങളുടെ ബ്രാൻഡ് നെയിം എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്കിനി ഒരു ബ്രാൻഡ് നെയിം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ChatGPT, നെയിം ലീക്സ് പോലെയുള്ള വെബ്സൈറ്റുകൾ ഉപയോഗപ്പെടുത്തി അതിനാവശ്യമായ പ്രോംപ്റ്റുകൾ നൽകിയതിനു ശേഷം ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ബ്രാൻഡ് നെയിം ചൂസ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് അത്യാവശ്യമായി വന്നത് ലോഗോയാണ്. ലോഗോ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡ്രോ ചെയ്തതിനു ശേഷം ഇല്ലുസ്ട്രേറ്റർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവ, ലോഗോ മേക്കർ എന്നിവ ഉപയോഗപ്പെടുത്തി ലോഗോ ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ബ്രാൻഡിങ്ങിൽ പിന്നീട് ആവശ്യമായി വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ മോക്കപ്പുകളാണ്. മോക്കപ്പുകൾക്ക് വേണ്ടി ഫ്രീ പിക്ക്, മോക്കപ്പ് ഡിസൈൻ പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും മോക്കപ്പുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മോക്കി എന്ന AI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബ്രാൻഡിന്റെ കളർ കോഡും ലോഗോയുടെ PNG ഫയലും അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതുപോലെ ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. ദെൻ IP ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ പോയി ട്രേഡ് മാർക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുകയും ഗോഡാഡി എന്ന വെബ്സൈറ്റിൽ കയറി ഡൊമൈൻ അവൈലബിലിറ്റിയും ചെക്ക് ചെയ്തു. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മുടെ ബിസിനസിനെ കൃത്യമായ ബ്രാൻഡിങ്ങിലൂടെയും ബ്രാൻഡ് പ്രൊട്ടക്ഷനിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. വെൽക്കം ടു ഡേ 8. ഒരു ബ്രാൻഡിന്റെ കഥ പറയാം.